തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റിന് അംഗീകാരമായതോടെ DPR തയ്യാറാക്കാനുള്ള നടപടികളുമായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുന്നോട്ട്. DPRന് കേന്ദ്ര അംഗീകാരമായാൽ 30 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ 24നോട് വ്യക്തമാക്കി. പദ്ധതിക്ക് 6 മാസത്തിനകം കേന്ദ്രാനുമതി ലഭിക്കുമെന്നാണ് KMRLന്റെ പ്രതീക്ഷ. തിരുവനന്തപുരം നഗരത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യം ചർച്ചകൾ മോണോ റെയിലിൽ തുടങ്ങി. ലൈറ്റ് മെട്രോയിൽ നിന്ന് പൂർണ്ണതോതിലുള്ള മെട്രോ എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അലൈൻമെന്റ് അംഗീകരിച്ചതോടെ DPR തയ്യാറാക്കുന്നതാണ് അടുത്ത ഘട്ടം. പൂർണ്ണമായും എലിവേറ്റഡ് പാതയുടെയും ഭൂഗർഭ പാതയുടെയും DPR തയ്യാറാക്കും. സർക്കാർ അംഗീകാരം ലഭിച്ചാൽ അടുത്ത നടപടി കേന്ദ്ര അനുമതി തേടുകയാണ്. കേന്ദ്ര അംഗീകാരം നേടിയാൽ ആധുനിക നിർമ്മാണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് 30 മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എല്ലാ സ്റ്റേഷനുകളിലും പാർക്കിംഗ് ഉൾപ്പെടെ ഒരുക്കിയാകും തിരുവനന്തപുരം മെട്രോ എന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. ഇപ്പോഴത്തെ ടെക്നോളജി നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ ടെക്നോളജി അപ്പോൾ നമുക്ക് ആക്ച്വലി 30 മന്തിലെ പൂർത്തിയാക്കാം. ട്രിവാൻഡ്രമിലെ നമ്മുടെ ആക്ച്വലി എല്ലാ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കണം. അതാണ് ഞങ്ങൾ ആക്ച്വലി പ്രതീക്ഷിക്കുന്നത്. കാരണം കൊച്ചിയിലെ അതല്ല ഇല്ല. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് തമ്പാനൂർ, പാളയം, ഉള്ളൂർ, ശ്രീകാര്യം, കഴക്കൂട്ടം വഴി എയർപോർട്ട് ഇഞ്ചക്കലിൽ അവസാനിക്കുന്ന രീതിയിലാണ് അലൈൻമെന്റ്. 31 കിലോമീറ്ററിൽ 27 സ്റ്റോപ്പുകൾ ഉണ്ടാകും. 3 ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ ഉണ്ടാകും. മുന്നൊരുക്കമെന്ന നിലയിൽ പട്ടം, ഉള്ളൂർ, ശ്രീകാര്യം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല നേരത്തെ തന്നെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് കൈമാറിയിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.